കോളേജിൽ ഉണർവ് സംഭവിക്കുമോ? 2023 നമ്മളെല്ലാവരും ലൈവ് സ്ട്രീമിങ്ങിലൂടെ കണ്ടതാണ്. അമേരിക്കയിൽ കെൻറ്റക്കിയിലെ ആഷ്ബറിയുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് ഉണർവ് സംഭവിച്ചു. പഠിക്കാൻ പോയ പിള്ളേർ കുറച്ച് അല്പസമയം കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് സമയം അറിഞ്ഞില്ല, ദൈവ സാന്നിധ്യം നിറഞ്ഞു വന്നു. ദൈവത്തിന്റെ പ്രസൻസ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് 2 ആഴ്ച നീണ്ടു നിന്ന് കണ്ടിന്യൂസ് വർഷിപ്പ് ആൻഡ് സിറ്റിംഗ് ഇൻ ഗാഡ്സ് പ്രസൻസ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ആ ചെറിയ പട്ടണത്തിലേക്ക് ഓടിക്കൂടി. അവിടെ ഒരു വലിയ പ്രീച്ചർ ഇല്ല, ഒരു സ്റ്റാർ വർഷിപ്പ് ലീഡർ ഇല്ല. ജെന്യുവിൻ റിപ്പന്റൻസ് ആൻഡ് സീക്കിംഗ് ഗാഡ്സ് പ്രസൻസ്. ആ ഉണർവിൽ എല്ലാവരും പറഞ്ഞത് ഇങ്ങനെയാണ്: റിവൈവൽ isn't a hype, it is a hunger for Jesus. യേശുവിനായിട്ടൊരു ദാഹമാണ്, യേശുവിനായിട്ടൊരു വിശപ്പാണ്, യേശുവിനായിട്ടൊരു കൊതിയാണ് സംഭവിച്ചത്. പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണർവ് സംഭവിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും കോളേജ് യൂണിവേഴ്സിറ്റികൾക്കകത്ത്, സ്കൂൾ ക്യാമ്പസുകൾക്കകത്ത് നമുക്ക് വിശ്വസിക്കാം, ഇതുപോലുള്ള ഉണർവുകൾ സംഭവിക്കട്ടെ. നമ്മുടെ അടുത്ത തലമുറ യേശുവിനെ അറിയട്ടെ, പരിശുദ്ധാത്മാവിനെ ആസ്വദിക്കട്ടെ, ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ് കർത്താവിന്റെ മണവാട്ടി സഭയെ ഒരുക്കുന്നൊരു പ്രോസസ്സായി മാറട്ടെ. വിശ്വസിക്കാം. ആമേൻ, ആമേൻ, ആമേൻ.